ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ജയൻ എന്തിനാണ് ഇത്രയും നമ്മുടെ ഉം. ഒരു സുഹൃത്താണ്. അപ്പം അതെ, അതെ. 6 പടങ്ങളോളം ഉം. ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും വർഷം പിന്നെ ഉം. കത്തനാറിന്റെ സ്ക്രിപ്റ്റ് ആദ്യം കേട്ടത് ഞാനാണ്. അതെ. ആദ്യം ആദ്യം അനൗൺസ് ചെയ്തതും ആദ്യം അനൗൺസ് ചെയ്തത് ഞാനാണ്. അപ്പൊ അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എനിക്കറിയാം. ആ സമയത്ത് നമ്മൾ 3 പ്രോജക്ട്സ് ആണ് ആ. പ്ലാൻ ചെയ്തിരുന്നത്. യെസ്, യെസ്, യെസ്. ഒന്ന് ആട് 3, 2 സത്യന്റെ ബയോപിക് യെസ്, നമ്മൾ യെസ്, യെസ്. അനൗൺസ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ കൂടെ കത്തനാർ. അപ്പം ആ സമയത്ത് ഈ 3 എണ്ണം വലുതെന്ന് പറയുമ്പോൾ അത് ബാക്ക് ടു ബാക്ക് ടു യെസ്, ബാക്കാണ്. യെസ്, യെസ്, യെസ്. 3ഉം 2 വർഷത്തോളം വേണ്ട പരിപാടികളാണ്. അപ്പം എൻ്റെ അടുത്ത് ജയൻ ഡിയർ ഇത് 3ഉം നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതോ നമുക്ക് വേറെണ്ണം മാറ്റി ചിന്തിക്കണോ? അന്നേരം മാറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആടായിരിക്കില്ല ഉം. എന്തായാലും. ആ, കാരണം ആ, ആട് ആ, എൻ്റെ അതെ, ഫ്രാഞ്ചൈസിയാണ്. അതെ, അതെ. പിന്നെ സത്യന്റെ ബയോപിക് ഞാൻ പൈസ കൊടുത്ത് റൈറ്റ്സ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഫാമിലിയുടെ കയ്യിൽ നിന്ന് അതിന്റെ റൈറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. കത്തനാർ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് ലോൺ പ്രോജക്റ്റ് ഉം, ആണ്. ഉം. അപ്പം ആലോചിക്കുമ്പം കത്തനാർ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു സിനിമയല്ല. അത്രമാത്രം അതിനകത്ത് പരിപാടികളുള്ള ഒരു സിനിമയാണ്.